എല്ലാവർക്കും നമസ്കാരം. ഈ വോയിസ് അയക്കുന്നത് SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയൊരു ബ്രീഫ് പറയാനാണ്. അപ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ SIR പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ SIR നടപ്പാക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 27-ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച പ്രകാരം ഇപ്പോൾ 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുടെ ലിസ്റ്റ്, അതായത് പ്രിന്റ് എന്യൂമറേഷൻ ഫോം EF പ്രിന്റ് ചെയ്തു. 28-ന് പട്ടിക മരവിപ്പിച്ചു. പട്ടിക മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് സാധാരണ ഓരോ സമ്മർ റിവിഷൻ ചെയ്യുന്നത് പോലെയല്ല. ഇപ്പോൾ പൂർണ്ണമായും മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വോട്ടർമാരല്ലാതായി മാറി. ഇനി എന്യൂമറേഷൻ ഫോം ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് ഒപ്പിട്ട് നൽകുന്നവരാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് വരികയുള്ളൂ. ഈ പറയുന്ന കാര്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ലോക്സഭാ ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും മാത്രം ബാധകമായിട്ടുള്ള പട്ടികയെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ വരാനിരിക്കുന്ന LSGD ഇലക്ഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഈ പട്ടിക ബാധകമല്ല. അതിൻ്റെ പട്ടിക വേറെയാണ്. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ്. അത് പരിപൂർണമായും പ്രസിദ്ധീകരിച്ച് LSGD ഇലക്ഷനിലേക്ക് നീങ്ങുന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പട്ടികയെക്കുറിച്ച് മാത്രമാണ്. അതാണ് SIR-ലേക്ക് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇപ്പോൾ വോട്ടർമാരല്ലാതായി മാറിയിട്ടുണ്ട്. ഇനി നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലയളവിൽ BLOമാർ എന്യൂമറേഷൻ ഫോമുമായിട്ട് നമ്മുടെ വീടുകളിലെത്തും. അവർ വിതരണം ചെയ്യുന്ന ഫോമിൽ നമ്മൾ 2025 പട്ടികയിൽ ഉൾപ്പെട്ടവരാണെങ്കിലും 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. 2002 പട്ടികയിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരോ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇതിലേക്ക് ചേർത്ത് എഴുതണം. ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും പ്രശ്നമില്ല. നമ്മൾ എന്യൂമറേഷൻ ഫോം ഓരോരുത്തർക്കും, ഉൾപ്പെട്ടവർക്കും ഉൾപ്പെടാത്തവർക്കും വേണ്ടി, എല്ലാ വോട്ടർമാർക്കും വേണ്ടി നമ്മൾ എന്യൂമറേഷൻ ഫോം BLOയെ തിരിച്ചേൽപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പഴയ ഫോട്ടോ ആണെങ്കിൽ അത് പുതിയ ഫോട്ടോയായി മാറ്റാനായിട്ട് ഫോട്ടോയും നൽകേണ്ടതുണ്ട്. അതിന് പുറമെ ഇതുവരെ വോട്ട് ചേർക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്യൂമറേഷൻ ഫോം കിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഫോം 6 ഒപ്പിട്ട് കൊടുക്കണം. ഒരു ഡിക്ലറേഷൻ ഫോമും അതിൻ്റെ കൂട്ടത്തിൽ മേടിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ID